നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് വിശദമായി. കാലവർഷം കനത്തു. നമ്മൾ ഏറ്റവും പുതിയ വാർത്തകളിലേക്ക് പോകുന്നു. മഴക്കെടുതികളുമായി ബന്ധപ്പെട്ട കനത്ത മഴയിലും കാറ്റിലും ഇടുക്കി അടിമാലി കുമളി പാതയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കല്ലാർകുട്ടി ഡാമിന് സമീപത്താണ് മരം കടപുഴകി വീണത്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പാമ്പള ഡാമിന്റെ ഷട്ടർ തുറന്നു. ഒരു ഷട്ടർ 15 സെന്റിമീറ്ററാണ് ഉയർത്തിയത്. രാഹുൽ വിജയനുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, മഴക്കെടുതി സംബന്ധിച്ച പുതിയ വിവരങ്ങൾ. ഇപ്പോഴും മഴയാണോ ജില്ലയിൽ രാഹുൽ? ഉന്മേഷ്, ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കല്ലാർകുട്ടിക്ക് സമീപം ഒരു മരം റോഡിലേക്ക് കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത്. ആ ഗതാഗത തടസ്സം മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തിരം മുറിച്ചു മാറ്റി റോഡിന് സൈഡിലേക്ക് മാറ്റുകയും വാഹനങ്ങൾ കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവഴിയുള്ള യാത്രക്കാർ സൂക്ഷിക്കണം എന്നുള്ള മുന്നറിയിപ്പ് കൂടി ജില്ലാ ഭരണകൂടം നേരത്തെ നൽകിയിട്ടുള്ളതാണ്. കാരണം ആ റോഡിലേക്ക് മരങ്ങൾ ഇനിയും വീഴാനുള്ള സാധ്യതയുണ്ട്. അത്രയും ശക്തമായ കാറ്റ് പല മേഖലയിലും വീശുന്നുണ്ട്. ഇനി ഈ പാമ്പള ഡാം പരമാവധി സംഭരണ ശേഷിയിലേക്ക് അതിന്റെ ജലനിരപ്പ് ഉയർന്നതോടുകൂടിയാണ് ഒരു ഷട്ടർ 15 സെന്റിമീറ്റർ ഉയർത്തി ജലനിരപ്പ് ക്രമീകരിക്കാനുള്ള ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പെരിയാറിലേക്കാണ് വെള്ളം തുറന്നു വിടുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കല്ലാർകുട്ടി ഡാം തുറന്നിരിക്കുന്നത് കൊണ്ട് തന്നെ പാമ്പള ഡാം പെട്ടെന്ന് നിറയാനുള്ള സാധ്യത ഉണ്ട് എന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നതാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ആളുകൾ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നതുമാണ്. എന്തായാലും നിലവിൽ ഈ കല്ലാർകുട്ടി പാമ്പള ഡാമുകൾ തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിൽ ഒരു മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അത് മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ശക്തമായ മഴയെ തുടർന്ന് വയനാട് സുൽത്താൻ ബത്തേരി താലൂക്കിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. നെന്മേനി, ചീരാൽ വില്ലേജുകളിലാണ് ക്യാമ്പുകൾ തുടങ്ങിയത്. 2 ക്യാമ്പുകളിലായി 7 കുടുംബങ്ങളാണുള്ളത്. സുർജിത്ത് അയ്യപ്പത്തുണ്ട് ഇപ്പോൾ വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, എന്താണ് നിലവിൽ ജില്ലയിലെ സാഹചര്യം? സുർജിത്ത്, പലയിടങ്ങളിലും ശക്തമായ രീതിയിലുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പലയിടത്തും മരം പൊട്ടി വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു അവസ്ഥ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കൽപ്പറ്റയിലാണ്. കൽപ്പറ്റ സിവിൽ സ്റ്റേഷനടുത്ത് SP ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ആൽമരം പൊട്ടി വീണു. അത് ഒരു ഇന്നോവ കാറിന്റെ മുകളിലേക്കാണ് പൊട്ടി വീണത്. ഗതാഗതം ഏറെ നേരം സ്തംഭിച്ചു. ബൈപ്പാസ് വഴി വാഹനം തിരിച്ചുവിട്ടു. കൃഷ്ണഗിരിയിൽ സമാനമായ രീതിയിൽ തന്നെ ഒരു മരം കാറിന് മുകളിലേക്ക് പൊട്ടി വീണു. 2 മണിക്കൂറോളം ദേശീയപാത സ്തംഭിക്കുന്ന അവസ്ഥയുണ്ടായി. ചുണ്ടയിലും ഒപ്പം തന്നെ കല്ലൂരും സമാനമായ രീതിയിൽ തന്നെ ശക്തമായ മഴയിൽ മരം പൊട്ടി വീഴുന്ന അനുഭവം ഉണ്ടായി. ഇതെല്ലാം തന്നെ രാത്രിയിലാണ് സംഭവിച്ചിട്ടുള്ളത്. സുൽത്താൻ ബത്തേരിയിൽ ശക്തമായ മഴ തുടരുകയാണ്. താലൂക്കിൽ 2 ക്യാമ്പുകളാണ് തുടങ്ങിയിട്ടുള്ളത്. നെന്മേനി, ചീരാൽ വില്ലേജുകളിലാണ് ക്യാമ്പുകൾ തുടങ്ങിയിട്ടുള്ളത്. ഇതിൽ 2 ക്യാമ്പുകളിലായി 7 കുടുംബങ്ങളാണ് ഉള്ളത്. ചീരാൽ വില്ലേജിലെ വെള്ളച്ചാൽ ഉന്നതിയിലെ 4 കുടുംബങ്ങളിലെ 27 അംഗങ്ങളെ കല്ലിങ്കര ഗവൺമെന്റ് UP സ്കൂളിലേക്കാണ് മാറ്റിയത്. നെന്മേനി വില്ലേജിലെ പാമ്പുങ്ങുനി ഉന്നതിയിലെ കുടുംബങ്ങളെയും മാറ്റിയിട്ടുണ്ട്. അവരെ മാറ്റിയിട്ടുള്ളത് കോളിയാടി AUP സ്കൂളിലേക്കാണ്. ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്ന അവസ്ഥയിലേക്ക് വയനാട്ടിലെ കാലാവസ്ഥ മാറുകയാണ്. അത്രമാത്രം വലിയ രീതിയിലുള്ള മഴയാണ് ഇടവിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നത്. ചൂരൽമല, മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങളിലും മഴ പെയ്യുന്നുണ്ട്. വലിയ ആശങ്ക വയനാടിനെ സംബന്ധിച്ചുണ്ട് എന്നുള്ളതാണ്. പക്ഷേ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ശക്തമായ മഴ പെയ്ത് വെള്ളക്കെട്ടിന്റെ സാധ്യതയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ആളുകളെ ക്യാമ്പിലേക്ക് എത്തിക്കാനുള്ള നടപടിയിലേക്ക് നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം എത്തിയിട്ടുണ്ട്. ഉന്മേഷൻ. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കനത്ത മഴയിൽ തെന്നിമാറിയ കാർ കനാലിൽ വീണു. കുറ്റ്യാടി വട്ടോളിയിലാണ് നിയന്ത്രണം വിട്ട കാർ റോഡിന്റെ കൈവരി തകർത്ത് കനാലിൽ വീണത്. കാറിലുണ്ടായിരുന്നവർ ഗ്ലാസ് തകർത്ത് രക്ഷപ്പെട്ടു.
സംസ്ഥാനത്ത് 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി. കണ്ണൂർ ജില്ലയിലെ അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ്. തൃശൂർ ജില്ലയിലെ നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ ഉൾപ്പെടെ അവധിയായിരിക്കും. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. എറണാകുളം ജില്ലയിലെ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു. അവധിയാണെങ്കിലും ഇടുക്കി ജില്ലയിൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമുണ്ടാകില്ല. വയനാട് ജില്ലയിലെ സർവകലാശാല പരീക്ഷകൾക്കും PSC പരീക്ഷകൾക്കും അവധി ബാധകമല്ല. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. കപ്പൽ അപകടത്തെ തുടർന്ന് കടലിൽ താഴ്ന്ന കണ്ടെയ്നർ കൊല്ലം ഭാഗത്തേക്ക് വരുന്നു. കായംകുളം NTPC ഭാഗത്താണ് കണ്ടെയ്നർ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ സുജിത് സുരേന്ദ്രനുണ്ട് വിവരങ്ങളുമായി. സുജിത്, നേരത്തെ ഇത് ആലപ്പുഴ തോട്ടപ്പള്ളി ഭാഗത്തേക്കടക്കം വരുമെന്ന സൂചനകളായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് എവിടെയാണ് കൃത്യമായി കണ്ടെത്തിയിരിക്കുന്ന ഈ കണ്ടെയ്നർ, സുജിത്ത്? ഉന്മേഷ്, സൂചനകൾ ഏറെക്കുറെ കൃത്യമാകുന്നു എന്ന് വേണം കരുതാൻ. കാരണം ഇന്ന് വൈകുന്നേരത്തോടെ കോസ്റ്റൽ പോലീസ് കടലിൽ നിരീക്ഷണം നടത്തുന്നതിനിടെയാണ് ഈ കണ്ടെയ്നർ ദൃശ്യമായത്. ഇപ്പോൾ ഈ കണ്ടെയ്നർ കടലിൽ നിന്നും ഏതാണ്ട് അഴീക്കൽ ഭാഗത്തേക്ക് ഒഴുകി എത്തുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കടലിൽ കാറ്റ് ശക്തമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒഴുക്കിന്റെ ഒരു ദിശ ഇപ്പോൾ തോട്ടപ്പള്ളി ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈ അഴീക്കൽ ഭാഗത്തേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ രാത്രിയിൽ കൂടുതൽ കാറ്റ് ശക്തമാവുകയാണെങ്കിൽ പുലർച്ചെയോടെയോ അല്ലെങ്കിൽ അതിനു മുൻപോ ഈ കണ്ടെയ്നർ അഴീക്കൽ തീരത്തേക്ക് അടിയാനുള്ള സാധ്യതയാണ് കോസ്റ്റൽ പോലീസ് കാണുന്നത്. എന്തായാലും ഇപ്പോൾ ഇതിന്റെ ദൃശ്യങ്ങൾ വന്നിരിക്കുന്നു. ഈ ദൃശ്യങ്ങൾ നമുക്ക് മാത്രം ലഭിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഇപ്പോൾ അഴീക്കൽ ഭാഗത്തേക്ക് ഈ കണ്ടെയ്നർ എത്തുന്നു എന്നുള്ളതാണ്. മത്സ്യത്തൊഴിലാളികളോടക്കം കൃത്യമായി ഇതിന്റെ അടുക്കലേക്ക് പോകരുതെന്നുള്ള കൃത്യമായ നിർദ്ദേശം പോലീസ് നൽകുന്നു, കോസ്റ്റൽ പോലീസ് അടക്കം നൽകുന്നുണ്ട്. ഏതായാലും ഇതിനെ കൃത്യമായി ഇപ്പോൾ നിരീക്ഷിച്ചു വരികയാണ്. പക്ഷേ ശക്തമായ കാറ്റും മഴയും ഇതിനെ നിരീക്ഷിക്കുന്നതിനടക്കം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുമുണ്ട്. ഉന്മേഷ്, സുജിത്ത്, ഇതിനി ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതുണ്ടല്ലോ. ഇത് 13 കണ്ടെയ്നറുകളിലാണ് ഈ അപകടകരമായ വസ്തുക്കൾ ഉള്ളത്. ഇപ്പോൾ ഈ കണ്ടെയ്നറുകളെല്ലാം കടലിൽ വീണു എന്നതുകൊണ്ട് തന്നെ ഏതൊക്കെയാണ് ഒഴുകിയെത്തുന്നത് എന്നതടക്കം സ്ഥിരീകരിക്കേണ്ടതുണ്ടല്ലോ. എന്തെങ്കിലും വിവരങ്ങൾ കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെ ഔദ്യോഗികമായി നൽകുന്നുണ്ടോ, സുജിത്ത്? ഉമേഷ്, തീർച്ചയായും ഇതിന്റെ ഔദ്യോഗികമായ സ്ഥിരീകരണം ഇനിയും എത്തേണ്ടതുണ്ട്. പക്ഷേ കടലിൽ നടത്തുന്ന കോസ്റ്റൽ പോലീസ് നടത്തുന്ന നിരീക്ഷണത്തിനിടയിൽ ദൃശ്യമായ ഈ കണ്ടെയ്നറിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ വിവരങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതിന്റെ ഒഴുക്ക്, ഇതിന്റെ കാറ്റിന്റെ ദിശയും മറ്റും അനുസരിച്ച് നോക്കുമ്പോൾ ഇത് അഴീക്കൽ തീരത്തേക്ക് അടിയാനുള്ള സാധ്യതയാണ് ഇവർ മുന്നിൽ കാണുന്നത്. ഉന്മേഷ്, ഈ തീരത്തതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്രമീകരണങ്ങളുണ്ടോ? നേരത്തെ ഈ തോട്ടപ്പള്ളിയിലാകട്ടെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലൊക്കെ പരിശോധന ഉണ്ടായിരുന്നു, കടൽവെള്ളത്തിന്റെ സാമ്പിളൊക്കെ ശേഖരിച്ചിരുന്നു. അതുപോലെ അവിടെയും ഇപ്പോൾ ഈ കണ്ടെയ്നർ ഒഴുകി വരുന്നു എന്നുള്ള അറിയിപ്പിനെ തുടർന്ന് എന്തെങ്കിലും തിരച്ചിലോ പരിശോധനയൊക്കെ നടക്കുന്നുണ്ടോ, സുജിത്ത്? അതെ ഉമേഷ്, ഇന്ന് വൈകുന്നേരത്തോടുകൂടി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇന്ന് അഴീക്കൽ ബീച്ചിന്റെ ഭാഗത്ത് എത്തുകയും മാത്രമല്ല ഇന്ന് വൈകുന്നേരത്തോടുകൂടി അഴീക്കൽ സ്കൂളിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സൈറൺ മുഴങ്ങിയിരുന്നു. അത് പക്ഷേ കടലിൽ പോകുന്നതിനൊക്കെയുള്ള നിരോധനം അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് അടക്കമുള്ള നിർദ്ദേശങ്ങളാണ്, അല്ലെങ്കിൽ അവർക്കൊരു മുന്നറിയിപ്പാണ്, ഓറഞ്ച് അലേർട്ടിന്റെ മുന്നറിയിപ്പ് എന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് കൂട്ടി വായിക്കുമ്പോൾ കടലിൽ ഈ ബീച്ചിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ നമ്മൾ ചേർത്ത് വായിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു കണ്ടെയ്നർ അടുക്കാൻ സാധ്യതയുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ആളുകളെ എല്ലാം ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. വിവരമറി കൂടുതൽ അഴീക്കൽ ബീച്ചിന്റെ ഭാഗത്തേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്. പക്ഷേ യാതൊരു കാരണവശാലും ഇത്തരത്തിലൊരു കണ്ടെയ്നർ അടുത്തേക്ക് വരികയാണെങ്കിൽ യാതൊരു കാരണവശാലും അതിന്റെ അടുക്കലേക്കൊന്നും തന്നെ ആരും പോകാൻ പാടില്ലെന്നുള്ള ഒരു നിർദ്ദേശമൊക്കെ ജില്ലാ ഭരണകൂടം അടക്കം നൽകുന്നുണ്ട്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ജില്ലാ ഭരണകൂടം കൃത്യമായി അഴീക്കലിലെത്തി പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്നു. ഇനിയിപ്പോൾ കൂടുതൽ സമയം ഇതിനുവേണ്ടി കൂടുതൽ ആളുകൾ, കൂടുതൽ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടേക്ക് എത്തിയേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉന്മേഷ്, സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം അഴീക്കൽ ഭാഗത്തേക്ക് ഈ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകളിൽ
ചിലത് ഒഴുകിയെത്തുന്നു എന്ന തരത്തിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അവിടെ ജാഗ്രത നിർദ്ദേശമുണ്ട്. സമീപത്തെത്തുകയോ കണ്ടെയ്നറുകളിൽ സ്പർശിക്കുകയോ ചെയ്യരുത് എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി നേരത്തെ നൽകിയിരിക്കുന്ന നിർദ്ദേശം. തിരുവനന്തപുരം വഞ്ചിയൂർ കൈതമുക്കിൽ അപകടാവസ്ഥയിലായ കെട്ടിടം ഉദ്യോഗസ്ഥരെത്തി പൊളിച്ചു നീക്കുന്നു. കെട്ടിടം പൊളിക്കാൻ തഹസിൽദാർ കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. 75 വർഷം പഴക്കമുള്ള കെട്ടിടം 25 വർഷത്തിലേറെയായി പൂട്ടിക്കിടക്കുകയാണ്. അജീഷ് ജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം നഗരസഭയിലെ ശ്രീകണ്ഠേശ്വരം വാർഡിൽപ്പെട്ട ഒരു കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്നത്. ഇതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഈ മഴക്കാലത്ത് ഇത് അപകടം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കോർപ്പറേഷന്റെ ഈ നടപടി ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 50 വർഷത്തിലധികം ഈ കെട്ടിടത്തിന് പഴക്കമുണ്ട്. ഓടിട്ട ഒരു കെട്ടിടമായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ കനത്ത മഴയിൽ ഇതിന്റെ ഒരു ഓട് ഇളകി വീണ് ഈ കാൽനടക യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ച മുമ്പാണ് ഈ നാട്ടുകാർ കോർപ്പറേഷനിൽ പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം ഇതിന്റെ ഉടമസ്ഥന് കോർപ്പറേഷൻ ഒരു നോട്ടീസും അയച്ചിരുന്നു കെട്ടിടം പൊളിച്ച് നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല. തുടർന്നാണ് തഹസിൽദാർ ഉത്തരവിടുകയും ഇങ്ങനെ പൊളിച്ചു നീക്കലിലേക്ക് കടക്കുകയും ചെയ്തത്. ഇപ്പോൾ ഇവിടുത്തെ വാർഡ് മെമ്പർ കൗൺസിലറുണ്ട്. ചേട്ടാ, ഇത് എത്ര വർഷം പഴക്കമുണ്ട് ഈ കെട്ടിടം? അപകട നിലയിലായിരുന്നു ഇത്? അത് 50, 55, 60 കൊല്ലത്തിന് പഴക്കമുണ്ട് എനിക്കറിയാം. പിന്നെ ഇത് പൂട്ടിയിട്ടിട്ട് ഒരു 25 കൊല്ലത്തിന് മുകളിലായി. എൻ്റെ ഓർമ്മയാണെങ്കിൽ ഒരു 10-25 കൊല്ലമായി. ഏത് നിമിഷവും തകർന്നു വീഴാന്നുള്ള അവസ്ഥയിലായിരുന്നു. തീർച്ചയായിട്ടും അപകടാവസ്ഥ. ഇപ്പോൾ 2 ആഴ്ചക്ക് മുമ്പ് ഈ മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് ഇത് വളരെ ഇങ്ങനെ റോഡിലോട്ട് ചരിഞ്ഞ് കഴിഞ്ഞ് വന്നു. അപ്പോഴപ്പോഴാ സൗണ്ട് കേൾക്കും, കടകട സൗണ്ട് കേൾക്കും, ഇതിങ്ങനെ ചരിഞ്ഞ് വരുന്നതായിട്ട്. ഇപ്പോൾ തന്നെ പോലീസും എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു ആ സൗണ്ട് കേൾക്കുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അടിയന്തരമായിട്ട് പൊളിക്കേണ്ട ഇടപെടി വന്നത്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ഓണർ എന്നെ വന്നത് ഞാനിത് കെട്ടിക്കോട്ടോ അടച്ചെടുത്തോട്ടോ ഞാൻ കെട്ടാൻ എനിക്ക് പറയാൻ അനുവാദമില്ല. നിങ്ങളിപ്പോൾ തൽക്കാലം ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെടാതെ ഇതിനെ പൊളിച്ച് താഴെ അടുക്കുക. പിന്നെ നിങ്ങൾ നഗരസഭയിൽ നിന്ന് നിയമപരമായിട്ട് ഓർഡർ വാങ്ങിച്ച് കെട്ടിക്കോളൂ. അതിലെനിക്ക് നിങ്ങളെ എതിർക്കാനൊന്നും വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് അയാൾ തയ്യാറല്ല. ഓർഡർ ഉണ്ടെങ്കിൽ കിട്ടണമെങ്കിൽ ഓർഡർ തന്നോ കാണിച്ചോ നിങ്ങൾ കെട്ടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് തയ്യാറല്ല അയാൾ. അപ്പം കൗൺസിലർ പറഞ്ഞതുപോലെ തന്നെ ജീർണാവസ്ഥയിലായിരുന്നു കെട്ടിടം. ആളുകൾക്ക് അപകടമുണ്ടാകുന്നതിൽ നിന്ന് അത് തടയാൻ വേണ്ടിയിട്ടാണ് കോർപ്പറേഷൻ ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത്. കെട്ടിടം ഇപ്പോൾ പൂർണ്ണമായിട്ടും പൊളിച്ചു നീക്കിയിട്ടുണ്ട്. ശക്തമായ മഴ വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കോർപ്പറേഷന്റെ ഈ നടപടി. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24. ഉത്തരേന്ത്യയിൽ കനത്ത കാറ്റിലും മഴയിലും വൻ നാശനഷ്ടം. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ACP ഓഫീസിന്റെ മേൽക്കൂര തകർന്നു വീണ സബ് ഇൻസ്പെക്ടർക്ക് ദാരുണാന്ത്യം. വെള്ളക്കെട്ടിനെ തുടർന്ന് ഡൽഹിയിൽ പലയിടത്തും റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഡൽഹി വിമാനത്താവളത്തിൽ 100-ലേറെ സർവീസുകളാണ് മുടങ്ങിയത്. പഞ്ചാബിൽ രൂപം കൊണ്ട കാറ്റ് ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശ് എന്നീ 4 സംസ്ഥാനങ്ങളിലടക്കം വ്യാപക നാശം വിതച്ചു. കനത്ത കാറ്റിലും മഴയിലും ഗാസിയാബാദിലെ ACP ഓഫീസിന്റെ മേൽക്കൂര തകർന്നു വീണ പോലീസ് സബ് ഇൻസ്പെക്ടർ വീരേന്ദ്ര മിശ്ര മരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചതായി റൂറൽ DCP സുരേന്ദ്രനാഥ് ത്രിപാഠി അറിയിച്ചു. മണിക്കൂറിൽ 80 കിലോമീറ്ററിലേറെ വേഗതയിൽ അടിച്ച കാറ്റിൽ നിരവധി കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ 100-ലേറെ സർവീസുകളടക്കം 4 സംസ്ഥാനങ്ങളിലായി 200ഓളം വിമാന സർവീസുകളെ മഴയും കൊടുങ്കാറ്റും ബാധിച്ചു. ശനിയാഴ്ച രാത്രി 11:30 മുതൽ ഇന്ന് വൈകിട്ട് 4 മണിവരെ 49 സർവീസുകൾ വഴിതിരിച്ചുവിട്ടതായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു. കനത്ത മഴയിൽ ഡൽഹി ITO, മിന്റോ റോഡ് തുടങ്ങിയ ഇടങ്ങളിൽ ഉണ്ടായ വെള്ളക്കെട്ട് വാഹനഗതാഗതത്തെ ബാധിച്ചു. സഫ്ദർജംഗിൽ മാത്രം 5 മണിക്കൂറിനിടെ 81.3 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് റിട്ടയർഡ് ജസ്റ്റിസ് കെമാൽ പാഷ. യൂട്യൂബ് വീഡിയോ വഴിയായിരുന്നു അധിക്ഷേപ പരാമർശം. യൂട്യൂബ് വീഡിയോയും പിൻവലിച്ചു. ഇതിനെതിരെ KM എബ്രഹാം വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. അജീഷ് ജയകുമാർ, തിരുവനന്തപുരത്ത്. അജീഷ്, വിവരങ്ങൾ. ഈ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിലായിരുന്നു ഹൈക്കോടതി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന KM എബ്രഹാമിനെതിരെ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. വിജിലൻസ് കോടതി തള്ളിയതിന് പിന്നാലെ പൊതുപ്രവർത്തകനായ ജോമോൻ പുത്തൻപുരയ്ക്കലായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ച് ഇങ്ങനെ അനുകൂല ഉത്തരവ് വാങ്ങിയെടുത്തത്. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ മാസം ഏപ്രിൽ 11, 20 തീയതികളിൽ 2 വീഡിയോകൾ ജസ്റ്റിസ് കെമാൽ പാഷ യൂട്യൂബ് ചാനൽ വഴി പുറത്തിറക്കിയത്. ആ യൂട്യൂബ് ചാനലിൽ ഇറക്കിയ വീഡിയോയിൽ ഈ KM എബ്രഹാമിനെ കാട്ടുകള്ളൻ, അഴിമതി വീരൻ തുടങ്ങിയ പദങ്ങൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ചുവെന്ന് KM എബ്രഹാം ആരോപിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോകൾ പിൻവലിച്ച് അത് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ 1,500 കോടി രൂപ പിഴത്തുകയായി വലിയ തുക പിഴയായി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചത്. ഈ നോട്ടീസിന് പിന്നാലെയാണ് ഇപ്പോൾ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ജസ്റ്റിസ് കെമാൽ പാഷ രംഗത്തെത്തിയിട്ടുള്ളത്. ശരി, അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്.
മലയാളം വാർത്താ ചാനലുകളിൽ പ്രേക്ഷകർക്ക് ഇഷ്ടം 24. കേരളത്തിലെ 14 ജില്ലകൾ നടത്തിയ സർവേയിലാണ് പ്രേക്ഷകർ നേരിട്ട് അഭിപ്രായം രേഖപ്പെടുത്തിയത്. സർവേയിൽ പങ്കെടുത്ത 82% പേർ 24-നൊപ്പം നിന്നപ്പോൾ തൊട്ടുപിന്നിൽ ഏഷ്യാനെറ്റ് ന്യൂസും മനോരമ ന്യൂസുമാണ്. വാർത്താ ചാനലുകളുടെ നിലനിൽപ്പിന് ആധാരം വിശ്വാസ്യതയാണ്. വാർത്തയെ വസ്തുതാപരമായും കൃത്യതയോടെയും അവതരിപ്പിക്കുന്നതിനൊപ്പം കെട്ടിലും മട്ടിലും ഏറ്റവും ആകർഷകമായ രീതിയിൽ അവതരിപ്പിക്കാൻ ഇന്ന് ചാനലുകൾ കടുത്ത മത്സരത്തിലാണ്. അവിടെയാണ് വാർത്തകൾ അറിയാൻ പ്രേക്ഷകർ ഏത് ചാനലിനൊപ്പം നിൽക്കുന്നു എന്ന പ്രധാന ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം തേടിയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 14 ജില്ലകളിൽ 24 നേരിട്ട് സർവേ നടത്തിയത്. 10 മുതൽ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഉൾപ്പെടുന്ന 2834 പേർ ഈ സർവേയിൽ പങ്കെടുത്തു. ഇതിൽ 1075 പുരുഷന്മാരും 1754 സ്ത്രീകളും ജെൻഡർ വെളിപ്പെടുത്താത്ത 5 പേരും ഉൾപ്പെടുന്നു. വാർത്തകൾ അറിയാൻ ആശ്രയിക്കുന്ന ചാനലായി സർവേയിൽ പങ്കെടുത്തവരിൽ 82% തെരഞ്ഞെടുത്തത് 24-നെയാണ്. രണ്ടാം ചോയ്സായി ഏഷ്യാനെറ്റ് ന്യൂസിനെയും. കേരളത്തിന്റെ യുവത്വത്തെ പ്രതിനിധീകരിച്ച് 21-നും 40-നും ഇടയിൽ പ്രായമുള്ള 833 പേരാണ് സർവേയിൽ പങ്കെടുത്തത്. 77.4% യുവാക്കളുടെയും ഇഷ്ട ചാനൽ 24 ആണ്. ഏഷ്യാനെറ്റ് ന്യൂസും മനോരമ ന്യൂസുമാണ് തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ. സർവേയിൽ പങ്കെടുത്ത 1075 പുരുഷന്മാരിൽ 78.6% പേരും 24-നൊപ്പമാണെന്ന് അഭിപ്രായപ്പെട്ടു. പിന്നാലെയുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസും മനോരമ ന്യൂസുമാണ്. സർവേയുടെ ഭാഗമായ 1754 സ്ത്രീകളിൽ 78.2% പേരും വാർത്തകൾ അറിയാൻ 24 സ്ക്രീനിനെ ആശ്രയിക്കുന്നുവെന്ന് രേഖപ്പെടുത്തി. ഈ വിഭാഗത്തിൽ തൊട്ടുപിന്നിൽ ഏഷ്യാനെറ്റ് ന്യൂസും മനോരമ ന്യൂസും തന്നെ ഇടം പിടിച്ചു. കേവലം വാർത്തകൾ കാണുക എന്നതിനപ്പുറം ആ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന മാറ്റങ്ങൾ, അതിന്റെ പോസിറ്റീവും നെഗറ്റീവുമായ മാറി മാറുന്ന ട്രെൻഡുകൾ ഒക്കെയും ഈ മാധ്യമ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഞങ്ങളെപ്പോലെ തന്നെ ഏറെക്കുറെ അവെയറാണ് ഇന്നത്തെ പ്രേക്ഷകർ. 22-നും 45-നും ഇടയിൽ പ്രായമുള്ള 406 വീട്ടമ്മമാരിൽ 79.6% പേരും 24-നെ അവരുടെ ഇഷ്ട ചാനലായി തെരഞ്ഞെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസും റിപ്പോർട്ടർ ടിവിയും തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചു. ഒരുപക്ഷെ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ പങ്കെടുത്ത സർവേ കൂടിയാണിത്. അതിലും 78.2% ആളുകളും പറയുന്ന അവരുടെ ഇഷ്ടപ്പെട്ട, അവരുടെ ജനപ്രിയ, അവർ കാണാൻ ആഗ്രഹിക്കുന്ന, അവർ കാണുന്ന വാർത്താ ചാനൽ 24 എന്ന് തന്നെയാണ്. തികച്ചും സുതാര്യമായി നടന്ന 24-ന്റെ ജനകീയ സർവേയിൽ പങ്കെടുത്തവരുടെ പേരും മേൽവിലാസവും ഉൾപ്പെടെ 24-ന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രേക്ഷകരോട് ചേർന്ന് നിന്നുള്ള ലളിതമായ വാർത്താവതരണ ശൈലിയാണ് 24-നെ ജനങ്ങളോട് അടുപ്പിച്ചതെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു. 24 വാർത്ത മാത്രമേ വെക്കാറുള്ളൂ. രാവിലെ നേരം എഴുന്നേൽക്കുമ്പോൾ തന്നെ 24-ന്റെ വാർത്തകളുണ്ട് എഴുന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വേറെ ഒരു ചാനലും വയ്ക്കാറില്ല. രാവിലെ എനിക്കോ 24 വയ്ക്കുവോ, ജോലികൾ ചെയ്യുവോ, വാർത്ത കേൾക്കുവോ. ജനങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ഒരു ചാനലാണ് 24. സെറ്റാണ്, അടിപൊളിയാണ്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ 24-ന് കരുത്താകുന്നത് പ്രേക്ഷകരുടെ ഈ അകമഴിഞ്ഞ പിന്തുണയാണ്. പ്രോത്സാഹനങ്ങൾക്കും വിമർശനങ്ങൾക്കും പ്രേക്ഷകർക്ക് നന്ദി. ന്യൂസ് ഡെസ്ക് 24. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ ട്രാൻസ്ഫർ ലിസ്റ്റ് അവധി ദിവസം രാത്രിയിൽ പ്രസിദ്ധീകരിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. പ്രൊവിഷണൽ ലിസ്റ്റിലെ പരാതികൾ അറിയിക്കാൻ ഇന്നലെ വൈകിട്ട് 5 മണി വരെ സമയം നൽകിയിരുന്നു. പ്രൊവിഷണൽ ലിസ്റ്റിന്മേലുള്ള പരാതികൾ പരിഹരിക്കാൻ സമയം ലഭിച്ചില്ല എന്നും ആക്ഷേപമുണ്ട്. അജീഷ് ജയകുമാർ, തിരുവനന്തപുരത്ത്. അജീഷ്, വിവരങ്ങൾ. ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെ 2025-26 ഓൺലൈൻ വഴിയുള്ള സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട അന്തിമ പട്ടികയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് രാത്രി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 8202 അപേക്ഷകളാണ് ജനറൽ ട്രാൻസ്ഫറിനായി ഈ വർഷം ലഭിച്ചിട്ടുള്ളത്. ഇതിലാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ പ്രധാനമായും അധ്യാപക സംഘടനകൾ ആക്ഷേപിക്കുന്നത് 21-ാം തീയതി പ്രൊവിഷണൽ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അതിനുശേഷം 24-ാം തീയതി വൈകിട്ട് 5 മണിവരെ ഇതിൽ മേലുള്ള പരാതികൾ അറിയിക്കാനുള്ള സമയവും കൊടുത്തിരുന്നു. അതിനുശേഷം ഒരു ദിവസം മാത്രമാണ് ഈ ലഭിച്ച പരാതിയിൽ അത് പരിശോധിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. അതായത് ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെയായിരുന്നു ഈ പരാതികൾ പരിശോധിക്കാനുള്ള സമയം കിട്ടിയത്. ഒരു ദിവസം ഇത് പബ്ലിക് ഹോളിഡേ ആയി ഈ ദിവസം എങ്ങനെ ഈ പരാതികൾ പരിഹരിച്ചു എന്നാണ് ഈ അധ്യാപക സംഘടനകൾ ചോദിക്കുന്നത്. എന്തായാലും ഈ അന്തിമ പട്ടികയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. മെയ് 31-ന് മുമ്പ് ഇതിന്റെ ട്രാൻസ്ഫർ പ്രക്രിയ പൂർണ്ണമായി പൂർത്തിയാക്കുമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അജീഷ് ജയകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. ഇപ്പോഴൊരു വാർത്ത അനിൽ വാസ്തവ അറിയിക്കുന്ന സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. IPL-ൽ കൊൽക്കത്തയ്ക്കെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് വമ്പൻ ജയം എന്നുള്ള വാർത്തയാണ്. 110 റൺസിനാണ് തോൽപ്പിച്ചത്. 279 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 168 റൺസിന് പുറത്തായി എന്നുകൂടി അനിൽ വാസ്തവ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. ഇതോടെ 24 റൗണ്ടപ്പ് പൂർത്തിയാകുന്നു.